ചൈനയും ഖത്തറും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഊഷ്മളമായ രീതിയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ വളർന്നതായി ഖത്തറിലെ ചൈനീസ് അംബാസഡർ കാവോ സിയോ ലോവിൻ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ഈ കാലഘട്ടത്തിൽ ഇരട്ടിയിലേറെയായി വർദ്ധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരം 2014 $10.6 ബില്യൺ ആയിരുന്നത് 2023 $24.5 ബില്യൺ വർദ്ധിച്ചു. 2020 മുതൽ ചൈന ഖത്തറിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും 4 വർഷമായി ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചൈന ഖത്തർ ബന്ധം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലാണെന്നും ലോകത്തിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മികച്ച മാതൃകയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ചൈന ഖത്തർ ബന്ധം സമഗ്രവും ദ്രുതഗതിയിലുള്ളതുമായ വികസനത്തിന്റെ സുവർണ ദശകത്തിലൂടെ കടന്നുപോയി. ചൈനയും ഖത്തറും തമ്മിലുള്ള പരസ്പര വിശ്വാസം ആഴത്തിൽ തുടരുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 തവണയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ എന്നിവയിൽ ഖത്തർ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുമായി വിപുലവും ആഴത്തിലുള്ളതുമായ സഹകരണമാണ് ചൈനയ്ക്കുള്ളത്. GCCയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന ദീർഘകാലമായി തുടരുകയാണ്. 2023 ചൈനയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $285.98 ബില്യൺ എത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഈ വർഷം ഒക്ടോബറിലെ കണക്കനുസരിച്ച് ഖത്തറിലേക്കുള്ള ചൈനയുടെ ഓട്ടോമൊബൈൽ കയറ്റുമതി പ്രതിവർഷം 71.6% വർദ്ധിച്ച് $442 മില്യൺ എണ്ണവാതക വികസനം, തുറമുഖം, വിമാനത്താവളം, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, സ്റ്റേഡിയങ്ങൾ, ശുദ്ധമായ ഊർജ്ജം, ഹരിതഗതാഗതം എന്നിവയുൾപ്പെടെ ഖത്തറിലെ പ്രധാന പദ്ധതികളിൽ ചൈനീസ് കമ്പനികൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചൈനയിലെ ധനകാര്യം, സാങ്കേതികവിദ്യ, ഫാർമസ്യൂട്ടിക്കൽസ്, ന്യൂ എനർജി തുടങ്ങിയ മേഖലകളിൽ സജീവമായി ഏർപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പര വിശ്വാസത്തിന്റെ ഒരു പ്രധാന വശം ചൈനയും ഖത്തറും ഇരു രാജ്യങ്ങളുടെയും ദേശീയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സ്വതന്ത്ര വികസന പാതകൾ പിന്തുടരുന്നതിനും അവരുടെ കാതലായതും പ്രധാനവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും പരസ്പരം പിന്തുണയ്ക്കുന്നുവെന്നതാണ്. ഭക്ഷ്യസുരക്ഷ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തിന്റെയും ദീർഘകാല സാമൂഹിക സ്ഥിരതയുടെയും അത്ഭുതങ്ങളാണ് ചൈനയും ഖത്തറും സൃഷ്ടിച്ചത് എന്ന് അംബാസഡർ സിയോ വോലിൻ പറഞ്ഞു. ചൈനയും ഖത്തറും തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള കൈമാറ്റം കൂടുതൽ ഊർജ്ജസ്വലമായി. കൂടുതൽ യുവാക്കൾ ചൈനീസ് ഭാഷ പഠിക്കുന്നു. 2022 ലോകകപ്പ് ചൈനീസ് പ്രേക്ഷകർക്ക് മനോഹരവും ആധുനികവുമായ ഖത്തറിനെ പരിചയപ്പെടുത്തി. ചൈനീസ് സഞ്ചാരികൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമായി ഖത്തർ മാറിയിരിക്കുന്നു. 2024 ഖത്തർ സന്ദർശിച്ച ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണം 93,000 ചൈനീസ് സന്ദർശകരുടെ കാര്യത്തിൽ വർഷത്തിൽ 68 വർധനമാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളിൽ ചൈനയും ഖത്തറും ഒരേ അല്ലെങ്കിൽ സമാന കാഴ്ചപ്പാട് പങ്കിടുന്നുവെന്ന് അംബാസഡർ പറഞ്ഞു. പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ബഹുരാഷ്ട്ര വേദികളിൽ, പ്രത്യേകിച്ച് ഗാസ സംഘർഷത്തിൽ നീതിക്ക് വേണ്ടി വാദിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും മികച്ച ഏകോപനവും സഹകരണവും നിലനിർത്തിയിട്ടുമുണ്ട്. തൊഴിൽ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകാർക്ക് ഇരയാവാതിരിക്കാൻ അംഗീകൃത ഏജൻസികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ഖത്തർ കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഖത്തറും മറ്റു രാജ്യങ്ങളും ചേർന്ന് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ കൈവരിക്കുന്നതിന് സജീവമായി മധ്യസ്ഥത വഹിക്കുന്നു. 2023 നവംബറിൽ 100-ലധികം ബന്ദികളെ മോചിപ്പിക്കാൻ ഖത്തർ വിജയകരമായി സഹായിച്ചു. ഗാസയിൽ വെടിനിർത്തൽ കരാറിനു വേണ്ടിയുള്ള ഖത്തറിന്റെ അശ്രാന്ത പരിശ്രമത്തെ അന്താരാഷ്ട്ര സമൂഹം വളരെയധികം അഭിനന്ദിക്കുന്നതായും ചൈനീസ് അംബാസഡർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.